തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തിയ തുടരുമെന്ന ചിത്രം ഇപ്പോൾ ചില അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തുടരുമെന്ന ചിത്രം ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ആണെങ്കിലും അന്യഭാഷയിലേക്ക് തുടരുമെന്ന ചിത്രം മോഹൻലാൽ ഫാൻ ബോയ്സുകളെ കണക്ട് ചെയ്യുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെത്തുന്നത് സാക്ഷാൽ തരുൺ മൂർത്തി എന്ന സംവിധായകനാണ്. സാധാരണ ഒരു ചിത്രം അന്യഭാഷ കടന്ന് ഗംഭീര ഹിറ്റ് അടിക്കുമ്പോൾ അവിടെയുള്ള പ്രമുഖരൊക്കെ അവരെ അങ്ങോട്ട് ക്ഷണിക്കുകയും വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. കേരളത്തിൽ ഇത്ര വലിയ തരംഗം സൃഷ്ടിക്കുമ്പോൾ അന്യഭാഷയിലുള്ള സൂപ്പർ താരങ്ങൾ ഈ സംവിധായകനെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇതിനു മുമ്പ് മോഹൻലാലിനെ വെച്ച് ഗംഭീര സിനിമകൾ ഒരുക്കിയ സംവിധായകരൊക്കെ എവിടൊക്കെ പോയെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ജിത്തു ജോസഫ് തന്നെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഇതാ തരുൺ മൂർത്തിയും. ഈ മോഹൻലാൽ ഫാൻ ബോയ്സുകളെ കണക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചില ഫാൻ ബോയ്സുകളൊക്കെ അങ്ങ് നേരിട്ട് മോഹൻലാലിനെ കാണാൻ എത്തിയിരുന്നു. ആ കാര്യം കൂടി ഇതിനൊപ്പം പറയണമല്ലോ. ലാലേട്ടൻ ബെൻസായി മാറുന്നത് നേരിൽ കാണാൻ എത്തിയ ഒരു നടനെ നമ്മൾ കണ്ടിരുന്നു, സാക്ഷാൽ അർജുൻ ദാസ്. അതിന്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച അനുഭവങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു എന്ന് സാക്ഷാൽ അർജുൻ ദാസ് പറഞ്ഞിരുന്നു. അതിന് അവസരമൊരുക്കിയ തരുൺ മൂർത്തിക്ക് വളരെയധികം നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാര്യങ്ങൾ പറയുമ്പോഴായിരുന്നു തരുൺ മൂർത്തിക്കൊപ്പം ലൊക്കേഷനിൽ എത്തിയ അർജുൻ ദാസിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾ വരുമ്പോൾ അർജുൻ ദാസും സാക്ഷാൽ ഒരു മോഹൻലാൽ ഫാൻ ബോയ് തന്നെ എന്ന് പ്രേക്ഷകർ വിധി എഴുതി. ഇപ്പോഴിതാ നമുക്കറിയാവുന്ന ചില ഫാൻ ബോയ്സുകളൊക്കെ ഈ അവസരത്തിൽ എത്തിയിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാക്ഷാൽ തരുൺ മൂർത്തി തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. പറഞ്ഞു വരുന്നത് തങ്ങളുടെ ഇഷ്ട നായകൻ മോഹൻലാലാണെന്ന് വെളിപ്പെടുത്തിയ കാർത്തിയും സൂര്യയും ഒക്കെയാണ്. ഈ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് തരുൺ മൂർത്തി എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ സ്റ്റേറ്റിലെയും ഫാൻ ബോയ്സിനെ കണക്ട് ചെയ്യുന്ന സംഭവത്തെക്കുറിച്ച് കാർത്തിക്കും സൂര്യയ്ക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ അവസരത്തിൽ തരുൺ മൂർത്തി എത്തിയത്. ഇവരെ കാണാൻ തരുൺ മൂർത്തി അവിടെ എത്തിയാണ്. തുടരും വേവ്സ് കോളിവുഡിൽ തരംഗം സൃഷ്ടിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ആദ്യ വീക്ക് കഴിയുമ്പോൾ കോടികളാണ് തുടരുമെന്ന ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. തമിഴിലേക്ക് മൊഴിമാറ്റി എത്തിയ തുടരുമാണ് ഗംഭീര അഭിപ്രായം നേടുന്നത്. ഗംഭീര അഭിപ്രായങ്ങൾ നേടുന്ന വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അവിടെയുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു. കാർത്തിയുടെ ഇൻവിറ്റേഷനിൽ എത്തിയ തരുൺ മൂർത്തിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവരുടെ സ്നേഹവും കെയറിനെയും കുറിച്ചുമൊക്കെയാണ് തരുൺ മൂർത്തി എടുത്തു പറഞ്ഞതും മലയാള സിനിമയോടുള്ളതും മോഹൻലാൽ സാറിനോടുള്ള ഇഷ്ടവും ഒക്കെ തരുൺ മൂർത്തി വ്യക്തമാക്കുന്നുണ്ട്. കാർത്തിക്കും സൂര്യയ്ക്കും ജ്യോതിയ്ക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് തരുൺ എത്തിയതും. ഇനി ഒട്ടും താമസിക്കാതെ തന്നെ തരുൺ മൂർത്തിക്കൊപ്പമുള്ള ഇവരുടെ സിനിമകളും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അങ്ങനെയുള്ള അവസരങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരു മോഹൻലാൽ ചിത്രത്തിന് എല്ലാ സ്റ്റേറ്റിലെയും ഫാൻ ബോയ്സിനെ കണക്ട് ചെയ്യാൻ ഇതിലൂടെ കഴിഞ്ഞു. അത് തരുൺ മൂർത്തിക്ക് ഒരു മുതൽക്കൂട്ടായി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഇതിനു മുമ്പ് വിജയ് സേതുപതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. വിജയ് സേതുപതി ഈ സിനിമയിലേക്ക് ഒരു ചിത്രത്തിലൂടെയെങ്കിലും മോഹൻലാലുമായി കണക്ട് ആയത് അത്ഭുതം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അത് വിജയ് സേതുപതിക്ക് മോഹൻലാലിനോടുള്ള ഇഷ്ടം കാരണമാണ് സംഭവിച്ചതും. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ബോക്സ് ഓഫീസിനെ അത്ഭുതപ്പെടുത്തുന്ന റൺ തന്നെയാണ് തുടരുമെന്ന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടരുമെന്ന ചിത്രത്തിന്റെ 24ാം ദിവസത്തിലും നമ്പർ 1 ആയിരുന്നു കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രം എന്നതാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള സിനിമകളൊക്കെ ഏറ്റവും പുതിയ റിലീസുകളാണ്. എന്നിട്ട് പോലും തുടരുമെന്ന ചിത്രത്തെ ജനപിന്തുണയിലും മറികടക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോ കണക്ക് പ്രകാരം 17ാം തീയതി ശനിയാഴ്ച അവസാന 24 മണിക്കൂറിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റ മൂന്നാമത്തെ ചിത്രം തുടരും ആയിരുന്നു. 59,000-ൽ അധികം ടിക്കറ്റുകൾ ചിത്രം ബുക്ക് മൈ ഷോയിലൂടെ കഴിഞ്ഞ ദിവസം വിറ്റത്. ഇന്ത്യയിൽ ഏറ്റവും ടിക്കറ്റ് വിറ്റ മൂന്നാമത്തെ ചിത്രമാകുമ്പോൾ കേരളത്തിൽ നമ്പർ 1 ആയിരിക്കുമല്ലോ. എന്നാൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹോളിവുഡ് ചിത്രം മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് ആണ്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യപ്പെട്ട ചിത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത് 1.31 ലക്ഷം ടിക്കറ്റുകളാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് അജയ് ദേവ്ഗൺ ചിത്രം റെയ്ഡ് 2 ആണ്. 81,000 ടിക്കറ്റുകളാണ് വിറ്റത്. അതേസമയം മിഡിൽ ഈസ്റ്റിലും തുടരുമെന്ന ചിത്രം സൃഷ്ടിക്കുന്നത് ഗംഭീര കളക്ഷൻ റിപ്പോർട്ടാണ്. ഏതാണ്ട് $6.80 മില്യൺ ആണ് തുടരുമെന്ന ചിത്രം മിഡിൽ ഈസ്റ്റിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. എമ്പുരാനാണ് $9.72 മില്യൺ സ്വന്തമാക്കിയതും തൊട്ടുമുന്നിൽ. മോഹൻലാലിന് ഇങ്ങനെയാണ് റെസ്പോൺസ് എങ്കിൽ മോഹൻലാലിന്റെ ഒരു വലിയ സിനിമ മികച്ചൊരു പോസിറ്റീവ് കിട്ടിയാൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ മോഹൻലാലിന് എത്താൻ കഴിയും. ഇപ്പോൾ ടോപ്പിലുള്ളത് ബാഹുബലി 2 എന്ന ചിത്രമാണ്. $10.31 മില്യൺ ലഭിച്ചത്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഫുട്ഫോളിൽ 15 ലക്ഷം ആൾക്കാരെയാണ് എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങളിലൂടെ മോഹൻലാൽ എത്തിച്ചത്. ഇത് കഴിഞ്ഞ വർഷം പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ തിയേറ്ററിലെത്തിച്ച സിനിമകളുടെ എല്ലാ ടോട്ടൽ നോക്കിയാൽ പോലും മോഹൻലാലിന്റെ ഈ 2 ചിത്രത്തിന്റെ അടുത്ത് തന്നെ എത്തത്തുള്ളൂ. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ആവേശം എന്നീ ചിത്രങ്ങൾക്കായി പ്രേക്ഷകർ എത്തിയ അത്രയും ആൾക്കാരാണ് എമ്പുരാനും തുടരും എന്ന ചിത്രത്തിന് മിഡിൽ ഈസ്റ്റിൽ എത്തിയതും. അങ്ങനെ പ്രേക്ഷകർക്കിടയിലും സിനിമാക്കാർക്കിടയിലും ഒക്കെ തരംഗമാകുകയാണ് തുടരുമെന്ന ചിത്രം. കൂടാതെ മോഹൻലാലിന്റെ ഫാൻ ബോയ്സുകളെ ഒക്കെ കണക്ട് ചെയ്യാണ് ഈ തുടരുമെന്ന ചിത്രം.